എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് നല്ല നാടൻ കോഴിക്കറിയാണ്. ഒരു പറ അരിയാ ചോറും നമുക്ക്. അപ്പൊ വെൽക്കം ബാക്ക്. ഇപ്പൊ ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റെഡിയാക്കാം. 3-4 പച്ചമുളക്, 5 സവോള അരിഞ്ഞത്, 2 ബൾബ് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, കറിവേപ്പില, അതേപോലെ തന്നെ 2 നാടൻ കോഴിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കറിവേപ്പിലൊക്കെ ആവശ്യത്തിന് എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇനി ചൂടായ ഉരുളിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ഏലക്കായും ഗ്രാമ്പു കറുകപ്പട്ട ഈ 3 കൂടി ഇട്ടൊന്ന് നല്ലോണം ചൂടാക്കി എടുക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കണം. ഇഞ്ചി അതേപോലെ തന്നെ വെളുത്തുള്ളും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് പച്ചമണം മാറ്റിയെടുത്ത് കഴിയുമ്പോൾ വീണ്ടും അതിലേക്ക് നമ്മൾ സവോളയും പച്ചമുളകും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റി നമുക്ക് എടുക്കാം. കുറച്ച് വേപ്പില നമുക്ക് കൊടുക്കാം. ഉള്ളിമുളകൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി മസാലകൾ ചേർത്ത് കൊടുക്കാം. നമുക്കൊരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, ഇത്രയും ചേർത്ത് കൊടുത്താണ് നമ്മൾ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നത്. ഇനി നമുക്കത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇപ്പൊ മസാലയൊക്കെ നല്ലോണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചേക്കണ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിൽ 2 ചിക്കനാണത്, 2 കോഴിയാണ്, ഒരു പൂങ്കോഴി ഒരു കടക്കോഴി. നമുക്ക് കഴുകി അരിഞ്ഞ് വെച്ചേക്കണതാണ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. വിനെഗർ ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു വാഴയില വെച്ച മൂടി, അതിൻ്റെ മീതെ ഒരു ലിഡും കൂടി വെച്ചാണ് ഇത് വേവിക്കുന്നത്. ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് വാഴയിലേക്ക് വെക്കുന്നത്. വാഴയില്ലെങ്കിൽ ഒരു കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കി കഴിയുമ്പോൾ അതിൽ നല്ലോണം വെള്ളമൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിൽ വെള്ളമൊന്നും ഇതുവരെ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും അടച്ചു വെച്ച് വേവിക്കുക. വീണ്ടും പറയണം, നാടൻ കോഴി ആയതുകൊണ്ട് നല്ല വേവുണ്ട്. ചിലവർ വിചാരിക്കും കുക്കറിൽ വേവിക്കാന്ന് വയ്ക്കും. വേവിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ഇത്രയും ടേസ്റ്റ് കുക്കറിൽ വേവിച്ചതിന് കിട്ടില്ല. ഓപ്പൺ ഉരുളിയിൽ വേവിച്ചെടുക്കുന്ന ടേസ്റ്റ് കുക്കറിൽ കിട്ടില്ല. അപ്പോൾ ഒന്നുകൂടി നമുക്കൊന്ന് അടച്ചു വയ്ക്കാം, എന്നിട്ട് വേവിക്കാം.
എന്നെ പേടിച്ച് പോയി നേരത്തെ വരുമ്പോ ആളെ പേടിച്ച് വെന്ത കോഴി, അതാണ് ഈ കോഴി. നമുക്ക് നോക്കാം ഈ കോഴിയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. നമ്മുടെ നാടൻ ചിക്കൻ അങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം നല്ല കളറൊക്കെ ആയിട്ടുണ്ട്. അതിനൊപ്പം നാടൻ കോഴിക്കറിയുടെ കൂടെ നമുക്ക് കഴിക്കാനുള്ള ചോറ് കുക്കറിൽ വേവിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു സ്റ്റാൻഡേർഡാണ്. അതുകൊണ്ട് അതിന് മാത്രം മാറ്റി പിടിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു ഉരുളിയിൽ നല്ല സെറ്റ് കളറൊക്കെ കണ്ട ഗൈസ്, അതാ പൊളിക്കണ കളറ്. അത് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ ഇറച്ചിയൊക്കെ ഒന്നുകൂടി ഏകദേശം ഒരു മണിക്കൂറോളം ആയിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ലോണം പറ്റിയുണ്ട്. ഇനി അത് വെന്തോ വേവൊക്കെ നോക്കണമെന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് വേവൊക്കെ ഒന്ന് നോക്കി പിന്നെ നമുക്ക് അത്യാവശ്യമൊക്കെ വെന്തിട്ടുണ്ട്. പിന്നെ എന്നാലും കുറച്ചുകൂടിയൊക്കെ വേവാനുണ്ട്. അപ്പം ഇനി ഇത് തേങ്ങാപ്പാലിൽ കിടന്ന് വേവണം. അപ്പം അതിന് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. കാരയുടെ തേങ്ങാപ്പാലാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതിലേക്ക് നല്ലോണം വെള്ളമൊക്കെ ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 1-ാം പാല് 2-ാം പാൽ എന്നൊക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ വെള്ളം ചേർത്താണ് ഇത് ഡൈല്യൂട്ട് ചെയ്താണ് ചേർക്കുന്നത്. അത് ചേർത്ത് നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. നാടൻ ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ട് അതിലേക്ക് ഒരു കുറച്ച് നല്ല തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് നമ്മൾ അടിപൊളിയായി ഒഴിക്കണം. കണ്ടല്ലോ നല്ല സൂപ്പറാണ്. പൊടിച്ച് തേങ്ങാപ്പാലും ഇപ്പം എല്ലാം ഉണ്ടെന്ന് മാനേജർ കൊടുക്കുന്നുണ്ട്. ഇനി അതിൽ കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാൽ കൂടി ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും അതിൻ്റെ മീതിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ചു വെച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് മൂപ്പിച്ചിടാം. അതിലേക്ക് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക. കുറച്ച് മൂത്ത് കഴിയുമ്പോൾ കുറച്ച് കൊല്ലമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുക. അതേപോലെ തന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് അതിലേക്ക് നമുക്ക് പാകമായിരിക്കുക ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഒരു അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് പിള്ളേർക്കൊക്കെ നമുക്ക് കൊടുക്കാം. ചിലപ്പോൾ ലിവർ ഭാഗ്യമുള്ളവർക്ക് ലിവറും കക്കാമ്പരക്കും കിട്ടും. ഹായ്. Actually, I like chicken liver. I also like chicken heart. How is it? You like it? Yeah. കുറച്ച് കഴിക്കണ്ട. He's cool. Okay, good job. മതിൽ കോഴിനെ കൊണ്ടാ ഞാൻ. അതുകൊണ്ട് എന്ത് നമ്മുടെ നാടൻ കോഴി നല്ല സെറ്റ് ആയിട്ട് നമ്മൾ കഴിക്കണ്ട. കാലിന്റെ വെല്ല് മാത്രമായിട്ട് നമ്മൾ കളയുന്നു. ഇതേപോലെ അരിച്ചിൽ കുഴക്കണ പോലെ കുഴക്കണോട്ടോ. അതിനിങ്ങനെ കുഴച്ച് നമ്മുടെ ഇച്ചിരി ആ ചാറും ചോറും ആ വേപ്പിലേക്ക് കൂടി കഴിയുമ്പോഴാണ് ഒരു പറ അരിയുടെ ചോറും നമുക്ക് അത് കൂടാണോ ആ സെറ്റപ്പുണ്ട്. അടിപൊളി ഇറച്ചിയായി സോഫ്റ്റ് അടിപൊളി നല്ല സുഖം ഇതൊക്കെ ഇറച്ചി